ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ചങ്ക് പെപ്പർ ഫ്രൈ ആണ്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് സോയ ചങ്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ച ശേഷം തണുത്ത വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം നന്നായി കഴുകി പിഴിഞ്ഞെടുത്തതാണ്. ഇതിലുണ്ടായിരുന്ന വലിയ പീസസ് എല്ലാം ഞാനൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് എല്ലാം ഇതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോയ ചങ്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 2 പച്ചമുളക് കീറിയത്, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 2 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോ 2.5 ടേബിൾ സ്പൂണോ മതിയാകും, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 3 വറ്റൽമുളകും, കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴട്ടിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വഴണ്ട് ബ്രൗൺ ഷെയ്ഡൊന്നും ആകണ്ട. അതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി വഴട്ടിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച സോയ ചങ്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റത്തേക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. ഇതൊന്ന് ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ അതുവരെ നമുക്കിത് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക് പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരും വരെ ബൈ ബൈ.